ഞാൻ വിജയൻ വിന്യാസ് ഞാനടി ഇന്ന് വിഷു ബമ്പർ അടിച്ച് നമ്മുടെ സ്വന്തം സഹോദരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലോട്ടറി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആനടിക്കാരന് ലോട്ടറി അടിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും ആ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സ്നേഹമുള്ള ആൾക്കാർക്കാണ് ഈ ലോട്ടറി അടിച്ചേക്കുന്നത്. ഒരു സന്തോഷം. പിന്നെ എപ്പോഴും ഞാൻ കൊണ്ടുവന്ന് പോകുന്നവർക്കല്ല എന്നെ കാത്തിരിക്കും. അമ്മയുടെ ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞു ഞാൻ കൊടുക്കുന്ന ലോട്ടറിക്കൊക്കെ സമ്മാനം വന്നിട്ടുണ്ട്. എപ്പോഴും ഈ ബമ്പർ എല്ലാം എടുക്കാറുണ്ടോ? ഇതിപ്പോ കിട്ടിയപ്പോ ഇങ്ങെന്താ പറയാ, ഈ സമൂഹത്തോട് എന്ത് പറയാനുള്ളത്? എനിക്കിത് അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. പിന്നെ എന്ന് വെച്ചാൽ കാരണം ഇപ്പം അങ്ങേയറ്റം നമുക്ക് അടിക്കുന്ന പറഞ്ഞാൽ 5000-500 അതിൽ കൂടുതൽ മേലോട്ടായി വരുത്തില്ല. നമ്മുടെ സമയത്തിൻ്റെ ഇതായിരിക്കും. ഇന്ന് ഒരു മാസത്തിന് മുമ്പേ ഞാൻ കടയിലൊന്ന് ടിക്കറ്റ് എടുക്കാം. ഇങ്ങനെ സുഖമല്ലായിരുന്നു. എടുത്തപ്പോൾ എനിക്ക് തോന്നി ബമ്പർ എടുത്തു പറയാം. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പ്രതീക്ഷിക്കുന്ന നമ്പർ അവിടെ കിടന്നു. ആ നമ്പർ ഞാൻ എടുത്ത് ഇവിടെ ആരും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ആരും ബമ്പർ എടുത്തിട്ടുണ്ട്. വിനോദ് സുഖമില്ലാതെ കിടന്നുകൊണ്ടാണ് അച്ഛൻ എടുത്തോണ്ട് വന്നത്. സുഖമില്ലാതെ അച്ഛൻ എടുത്തോണ്ട് വന്നത്. അതുകൊണ്ട് അച്ഛന് തന്നെ ഭാഗ്യം കിട്ടി. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം വരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എപ്പോഴും പറയും, എല്ലാവരും പറയും അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിന് അമ്മയ്ക്കൊരു ലോട്ടറി അടിക്കണം. പക്ഷെ അമ്മ എടുത്തതിനല്ല, അച്ഛൻ എടുത്തതിനാ ഭാഗ്യം. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ആശ്രാമത്തിൽ നിന്ന് ഈ ആനേടിയിലേക്ക് വന്നത് ഇതിനു വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം. ഞങ്ങള് പാമ്പ വിട്ടങ്ങ് കൊല്ലത്ത് പോയത്. അദ്ദേഹത്തിന്റെ വീട് കൊല്ലം ആശ്രാമം. ഞാൻ അങ്ങനെ പോയത്. അവിടെ ചെന്ന് സ്ഥലം മേടിക്കാൻ നോക്കിയപ്പം പറ്റി. അവിടെ ഞാൻ കൊല്ലത്തൊന്നും ജോലി ചെയ്ത് 40 സീറ്റ് കൊണ്ട് അവിടെ വെള്ളത്തിനാണ്